നമുക്ക് സദൃശ്യവാക്യത്തിലെ ഒരു വാക്യം വായിച്ചുകൊണ്ട് വേണം ചിന്ത തുടങ്ങാനായിട്ട്. സദൃശ്യവാക്യം 14-ാം അധ്യായം 12-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. 14-ാം അധ്യായം 12-ാമത്തെ വാക്യം. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളത്രേ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുവാണ്, ചിലപ്പം ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നാം, അതിന്റെ അവസാനമോ മരണവഴിയാ. എന്ന് പറഞ്ഞാൽ അബ്രഹാമിനെ വിട്ട് ലോത്ത് പോയപ്പം അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, ഇഷ്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്തു. എവിടം തിരഞ്ഞെടുത്തു? ഏദൻ തോട്ടം പോലുള്ള സോദോം എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. സ്തോത്രം. മനസ്സിൽ പറഞ്ഞു, അബ്രഹാം സ്തോത്രം, എന്നെ കാട്ടി ഏറ്റവും നല്ല സ്ഥലം എനിക്കാ കിട്ടിയേ. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ വിവരം അറിഞ്ഞത്, ജീവനും കൊണ്ട് അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിച്ചോണ്ടാ, അല്ലെ പുള്ളി അവിടെ പെട്ടുപോയതിനെ. നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഈ ചില വഴികൾ ചൊവ്വായി തോന്നാം, അതിൻ്റെ അവസാനം നാശമായിരിക്കും. എന്നാൽ മനുഷ്യൻ്റെ വഴിയും ദൈവത്തിൻ്റെ വഴിയും തമ്മിൽ വലിയ അന്തരമുണ്ട്. അത് യെശയ്യാ പ്രവാചകനാ പ്രവചിക്കുന്നത്. അവിടെ നിന്നോട്ട് ദൂത് വിവരിക്കാൻ പോവുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. 55-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ 8-9 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഇവിടെ പ്രവാചകൻ പ്രവചിക്കുക, ഈ ഭാഗം നിങ്ങൾ പഠിച്ചെങ്കിലേ ഇനിയുള്ള ഭാഗത്തെ ദൂത് നിങ്ങൾക്ക് വെളിപ്പെടുത്താനായിട്ട് കഴിയത്തുള്ളൂ. പ്രാർത്ഥനയോടെ ഇരുന്നാൽ യേശു ഇന്ന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുക. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി ഇന്നത്തെ ശുശ്രൂഷയുടെ നടുവിൽ വെളിപ്പെടാൻ പോവുക. പ്രാർത്ഥിച്ചാൽ ഭയങ്കര കാര്യങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ നടക്കും. നമ്മൾ അല്പം കൂടെ ശ്രദ്ധിച്ചിരുന്നാൽ ഇത് വലിയൊരു ദൈവപ്രവൃത്തിയിലേക്ക് പോകുന്ന കാഴ്ച എനിക്ക് പ്രാർത്ഥനയിൽ കാണാം. അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതായത് മനുഷ്യന്റെ വഴികളല്ല ദൈവത്തിന്റെ വഴി. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വഴി പോലല്ല ദൈവത്തിന്റെ വഴി. സ്തോത്രം. മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് മാനുഷികമായി അടഞ്ഞു പോയത് നിമിത്തം, വഴി അടഞ്ഞു പോയ നിമിത്തം ടെൻഷൻ എടുക്കരുത്. അവിടെയും ദൈവത്തിന് വഴി തുറക്കാൻ പറ്റും. അപ്പം എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ തുറന്നാൽ എന്ത് ചെയ്യത്തില്ല? ആരും അടയ്ക്കത്തില്ല. അപ്പൊ തുറക്കാൻ അവന്റെ കയ്യിൽ എന്തോ ഉണ്ട്? ദാവീദിന്റെ താക്കോൽ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം. ഹല്ലേലൂയ. 7-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. സ്തോത്രം. വെളിപ്പാട്. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതൻ എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ദൂത് പറയാ, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ഇന്ന് വരെ തുറന്നിട്ടില്ലാത്തൊരു വാതിൽ, നീ ജനിച്ചിട്ട് ഇന്ന് വരെ തുറക്കാത്തൊരു വഴി, ഒരു വാതിൽ നിനക്ക് മുമ്പിൽ തമ്പുരാൻ തുറന്നിടാൻ പോവാ. അത് കണ്ടു നീ അത്ഭുതപ്പെടാൻ പോവാ. അതിന്റെ ഒരു പ്രത്യേകത ഇവിടെ പറയാം. അതാർക്കും അത് മൈക്ക് കൂടെ എന്ന് പറഞ്ഞത് അതാർക്കും അടച്ചുകൂടാ എന്ന് പറഞ്ഞ ദൈവം തുറന്നു വെച്ചതാ. ഇന്നലകളിൽ നിന്റെ വഴി അടച്ച ചിലര് ഇനിയും നിന്റെ വഴി അടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇച്ചിരി പാടുപെടും. കാരണം ഇത് ദൈവം തുറന്നു വെച്ച വഴിയാ. ഇതിനെ ഇനി അടയ്ക്കാൻ Glory to God. എവിടെയോ വലിയ കൃപയുടെ വ്യാപാരം ഒഴുകുക.
മനസ്സുകൊണ്ട് പറഞ്ഞ് ദൈവം ഒരു വഴി തുറന്നു വെക്കാൻ പോവാ. നെഞ്ചത്ത് കൈവച്ച് പറ, ദൈവം എനിക്കൊരു വഴി തുറക്കാൻ പോവാ. സ്തോത്രം. ദൈവം എനിക്കൊരു വഴി തുറക്കാൻ പോവാന്ന് പറഞ്ഞ് ദൈവം എനിക്ക്, സ്തോത്രം, വഴി. ഇനി എങ്ങനെയാ ദൈവം വഴി തുറക്കുന്നത്? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദൈവം എങ്ങനെയാണ് വഴി തുറക്കുന്നത്? അറിയാൻ ആഗ്രഹമുണ്ടോ? എങ്ങനെയാ ദൈവം വഴി നിന്നോടുള്ള ദൂത, ഹല്ലേലൂയ, രാത്രിയും പകലും പോലെ നിന്റെ ജീവിതം മാറും.